സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തിന് പിന്നാലെ സോനം വാങ്ചുക്കിനെ കസ്റ്റഡിയിലെടുക്കുന്നു. CJP പ്രതിഷേധം അത് വലിയ രീതിയിലാണ് പൊട്ടിയിരിക്കുകയാണ്. ജന്തർ മന്ദറിൽ ഇപ്പോൾ പ്രതിഷേധത്തിന് പിന്തുണയുമായി ധാരാളം ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. SFIയുടെ സമരവേദിയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ക്രാന്തി കോൺഗ്രസ് എന്ന പേരിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അത് തുടരുകയാണ്. ധാരാളം SFI പ്രവർത്തകർ ഈ SFIയുടെ ക്രാന്തി കോർണറിലേക്ക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഇവർ പറഞ്ഞത്. SFI ഇവർ ഉയർത്തിപ്പിടിക്കുന്ന ഇതുപോലുള്ള പ്ലക്കാർഡുകൾ, ബാനറുകളെല്ലാം വിതരണം ചെയ്തുകൊണ്ട് SFI സ്റ്റഡി ആൻഡ് സ്ട്രഗിൾ എന്നതാണ് ഇവർ പറഞ്ഞത്. പഠിക്കുക, പോരാടുക എന്നതൊപ്പം തന്നെ പഠിക്കാനുള്ള അവകാശം അത് കൃത്യമായി തന്നെ ഉറപ്പാക്കണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. NTA തൂത്തെറിയണം. എക്സാമിനേഷൻ, അതായത് പരീക്ഷകളെ പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്ന നിലപാടുകൾ മാറ്റണം. OSM മൂല്യനിർണ്ണയം പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നടക്കമുള്ള ആവശ്യപ്പെട്ടുകൊണ്ടാണ് SFI ഇത്തരത്തിലേക്ക് പ്രതിഷേധിക്കുന്നത്. സർഗാത്മകമായ ഒരു പ്രതിഷേധം തന്നെയാണ് ജന്തർ മന്ദറിന്റെ ഒരു സൈഡിൽ ഇത്തരത്തിലേക്ക് അവർ ചെയ്തത്. എന്നാണോ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് അന്ന് വരെ പ്രതിഷേധം തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി, ഒപ്പം തന്നെ ഡോക്ടർ V ശിവദാസൻ MP അടക്കമുള്ളവർ ജന്തർ മന്ദറിലെ CJP പ്രതിഷേധത്തിന് പിന്തുണയുമായി ഇവിടേക്ക് എത്തുന്നു. ഒപ്പം തന്നെ SFIയുടെ ഈ സമരവേദി ക്രാന്തി കോർണറിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് ശിവദാസൻ MPയോട് തന്നെ ചോദിക്കാം, വലിയൊരു പ്രതിഷേധം അണപൊട്ടിയിരിക്കുന്നു, അതിന് പിന്തുണയുമായി. ഇവിടെ വിദ്യാർത്ഥികളാകെ, ഇവിടെ ആദർശുണ്ട്, SFIയുടെ മറ്റു നേതാക്കന്മാർ, അവരൊക്കെ അതിഗംഭീരമായ ഒരു സമരത്തിനാണ് നേതൃത്വം നൽകുന്നത്. രാജ്യത്തിലെ വിദ്യാർത്ഥികൾ അതിഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് എടുത്തെറിഞ്ഞിട്ടുള്ള സമീപനമാണ് ഈ ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. 50-ലധികം പരീക്ഷകൾ താറുമാറായി. നടത്തിയ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ പരീക്ഷകളുടെ മുഴുവൻ ചോദ്യപേപ്പറുകൾ ചോരുന്നു. RSS BJP ബന്ധമുള്ളവർക്ക് ഉയർന്ന മാർക്കുകൾ കിട്ടുന്നുവെന്നുള്ള ആക്ഷേപം ഉണ്ടാവുന്നു. ഇതിന്റെ ഒന്നും ഒരു വ്യക്തതയും അവരെ അന്വേഷണം നടത്താൻ. രാജ്യസഭാംഗമാണ്. ജൂലൈ 20-ാം തീയതി ഒരു പാർലമെന്റ് മാർച്ച് സംഘടിപ്പിക്കാൻ ഇരിക്കുകയാണ്. ഇവർ ഇത്തരത്തിലേക്ക് ഒരു പോലീസ് നടപടി ഉണ്ടായിരിക്കുകയെന്നാണ് CJPയുടെ പറയുന്നത്. അവരുടെ സമരം നടത്തുന്നവരോട് മാന്യമായ സമീപനം സ്വീകരിക്കുക എന്നുള്ള ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ഏറ്റവും ചുരുങ്ങിയ കടമയാണ്. എന്നാൽ അതിനു പകരമായി പോലീസിനെയും അധികാര സംവിധാനത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമരങ്ങളെ തകർക്കുക എന്നത് ജനാധിപത്യ രാജ്യത്തിന് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. ഏതായാലും ഈ സമരം, ഈ തുടരുന്ന സമരം നിങ്ങളിവിടെ കാണുകയാണ്, അലയടിച്ചു വരുന്ന പ്രതിഷേധം. ആ പ്രതിഷേധം രാജ്യത്തിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒന്നായിരിക്കും. SFI അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി കൂടി ചേരുകയാണ്. ഒരു ക്രാന്തി കോർണറിന് മുന്നിലാണ് നിൽക്കുന്നത്. ആ വലിയ പ്രതിഷേധം തൊട്ടപ്പുറത്ത് നടക്കുന്നു. അതിന് പിന്തുണ അത് കുറച്ചുകൂടി വർദ്ധിക്കുകയാണ്. ഈ പരീക്ഷ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട വിഷയം നടന്ന ഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികൾ ആകമാനം സമരരംഗത്താണ്. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘങ്ങൾ ആദ്യ ദിവസം തന്നെ സമരരംഗത്താണ്. തുടർന്നാണ് ഒരു വലിയ പ്ലാറ്റ്ഫോം ഈ പ്രശ്നത്തിന്റെ ഭാഗമായി ഉയർന്നു വരികയും CJP എന്ന സംവിധാനം, അഭിജിത് ദീപ്, സോനം വാങ്ചുക് ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട് വരുന്നു. ആ സമരത്തോട് ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് ഇത് കേവലം ഒരു വിദ്യാർത്ഥി സംഘടനയുടെ മാത്രം സമരം, രാജ്യത്താകമാനമുള്ള വിദ്യാർത്ഥികളുടെ, രാജ്യത്താകമാനമുള്ള യുവജനങ്ങളുടെ ഈ നാളത്തെ ഇന്ത്യക്ക് വേണ്ടിയുള്ള സമരമാണ്. ഇവിടെ വിദ്യാർത്ഥികളും യുവജനം ചേർന്ന് നടത്തുന്നത്. ശക്തമായി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യപ്പെടുന്നത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. രാജ്യത്ത് 89-ലധികം വരുന്ന ചോദ്യപേപ്പർ ചോർന്നു കഴിഞ്ഞ 11 വർഷത്തിനിടയിൽ. എന്നിട്ടും ആ കസേരയിൽ ഒരു പ്രശ്നമില്ലാതിരിക്കുകയാണ്. 21ഓളം വരുന്ന വിദ്യാർത്ഥികളെയാണ് മരണത്തിലേക്ക് തള്ളി നീക്കിയത്, ആത്മഹത്യയിലേക്ക് ഈ സർക്കാർ തള്ളി നീക്കിയത്. എന്നിട്ടും സമാധാനത്തോടുകൂടി ആ കസേരയിൽ ഇരിക്കാമെന്നാണ് നരേന്ദ്രമോദി, ധർമ്മേന്ദ്ര പ്രധാൻ വിചാരിച്ചിരിക്കുന്നത്. ഈ സമരം ശക്തമായി തുടരും. രാജ്യവ്യാപകമായി ഇതിന്റെ അലയൊലികൾ ഉണ്ടാവും. ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ വിദ്യാർത്ഥികൾ ഇതിന് തയ്യാറല്ല. ശക്തമായിട്ടുള്ള പിന്തുണ SFI. സർഗാത്മകമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതല്ലേ? സർഗാത്മകമായ പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു, അത്തരത്തിൽ എല്ലാ നിലയിലും, പാട്ടിലൂടെ, പ്രസംഗങ്ങളിലൂടെ, എല്ലാ നിലയിലും ഞങ്ങൾ ഈ സമരത്തെ സർഗാത്മകമാക്കി. ഇത് ജനങ്ങളുടെ സമരമാണല്ലോ. എല്ലാ നിലയിലും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കുമെന്നുള്ളതാണ് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ചിത്രരചനയുണ്ട്, പോസ്റ്റർ മേക്കിംഗ് ഉണ്ട്, വിവിധ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഈ വർഗീയ ഭരണകൂടത്തെ, ഈ കമ്പോള ഭരണകൂടത്തെ, നരേന്ദ്രമോദിയുടെ, ധർമ്മേന്ദ്ര പ്രധാന്റെയും ഈ തെറ്റായ നയങ്ങൾക്കെതിരായി ശക്തമായിട്ടുള്ള പ്രതിരോധങ്ങൾ രാജ്യത്തിനകത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ തയ്യാറല്ല. ആദ്യം മുതൽ അവസാനം വരെ ഈ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച ആവശ്യം നിറവേറുന്നത് വരെയുള്ള സമരമായി ഒരു ഇഞ്ച് പിന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല, ശക്തമായി ഉണ്ടാവും. ഇന്ത്യയിലെ വിദ്യാർത്ഥികളെല്ലാം ഒന്നാകെ പോരാടുമ്പോൾ ഇവർക്കൊപ്പം മഹിളാ അസോസിയേഷൻ നേതാക്കൾ കൂടി എത്തുന്നുണ്ട്. I don't understand Malayalam. Inside the Jantar Madar, a huge protest, rights
marched by SFI inside Jantar Mantar to protect and to resign Dharmendra Pradhan. Yeah, we have come here in solidarity with the students, all students, particularly SFI, and we are from Edwa. We are one with you to demand resignation of Dharmendra Pradhan. അപ്പൊ എല്ലാവരും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ക്രാന്തി കോൺഗ്രസ് ഇത്തരത്തിലുള്ള സർഗാത്മകമായ പ്രതിഷേധം അത് തുടരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ധാരാളം വിദ്യാർത്ഥികൾ പല ഭാഗത്തു നിന്നും SFIക്ക് പിന്തുണയുമായി എത്തുന്നു. MPമാർ, ജനപ്രതിനിധികൾ അടക്കം പിന്തുണയുമായി എത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ ജന്തർ മന്ദറിൽ കാണുന്നത്. ക്രാന്തി കോൺഗ്രസിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് കണ്ണൻ പ്രസന്നൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്. ഇൻ റിപ്പോർട്ടർ ദിൽ.